ഇപ്പോൾ വരും ഉള്ളിൽ നിന്ന് ഒരുത്തൻ. ഇതിപ്പോൾ വരും. ഞാൻ അത്രയും ക്ലീൻ ആക്കിയെങ്കിലും ഇവരെല്ലാവരും ഉള്ളിൽ കയറി അപ്പിടാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. വാത്തകളെക്കാളും ഉത്സാഹം കോഴികൾക്കാണ്. അവർക്ക് ഇവിടെ അങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കാനായിട്ടാണ് സഹിക്കാനില്ല. എടാ ഇങ്ങോട്ട് വരാൻ, ആ റൂമിൻ്റെ ഉള്ളിൽ നോക്കാൻ വാ. ബാ ഇതിൻ്റെ ഉള്ളിൽ നോക്കി. പുള്ളിക്കാരൻ സെർച്ച് ചെയ്തത് പിന്നെ നമുക്കൊരു ധൈര്യമാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിട്ടാണ് തോന്നണത്. ഇനി മാറുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഫാം ഹൗസിലേക്ക് പോവുകയാണ്. കവറോളും ഗ്ലൗസും എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കോഴിക്കൂട് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പോവുകയാണ്. അവിടെ പ്രഷർ പമ്പ് ഓൾറെഡി ഇന്നലെ ആയിരുന്നു, അതിൻ്റെ കപ്പാസിറ്ററൊക്കെ പൊട്ടിത്തെറിച്ച് പോയേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോയി കോഴിക്കൂട് നമുക്ക് സെറ്റാക്കണം. നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾ വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വരുമ്പോഴേക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇന്ന് കോഴിക്കൂട് ക്ലീൻ ആക്കലാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാം ഹൗസിലെത്തി. ഇന്നത്തെ ആകാശമൊക്കെ കണ്ട എന്തൊരു ഭംഗിയാണ്. പിന്നെ നമുക്ക് പണികൾ തുടങ്ങണം. നമ്മുടെ ഗ്ലൗസും നമ്മുടെ നെഞ്ചത്ത് വരുന്ന ബെൽറ്റ്, ഇത് ഞാൻ ഗോപ്രോൻ്റെ ബാറ്ററി എക്സ്ട്രാ എടുത്തതാണ്. കുറേ നേരം ഓണാക്കി വെക്കേണ്ടി വന്നാലോ വെച്ചിട്ട്. കവറോള്, പിന്നെ വെള്ളവും മേടിച്ചിട്ടുണ്ട്. വെള്ളം മേടിച്ചിട്ടുണ്ട്, മിക്സർ മേടിച്ചിട്ടുണ്ട്, പിന്നെ സോപ്പ് പൊടി മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതും കൂടി മേടിക്കണമായിരുന്നു. ഇത്തള് എന്നിട്ട് പറയാം നമ്മുടെ വെള്ള കുമ്മായം ഉണ്ടല്ലോ, കുമ്മായം കൂടി മേടിക്കണമെങ്കിൽ കോഴിക്കോടുള്ളിൽ ഇടാനായിട്ട്. അതവിടെ ചെന്നപ്പോൾ കട തുറന്നിട്ടുണ്ടായില്ല. പിന്നെ നമ്മുടെ പരിപാടി അവിടുത്തെ ഗാർഡൻ ഹൗസ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? പാമ്പിൻ്റെ കവറിരിക്കണേ. ആ പാമ്പ് പോയേക്കുന്നത് ഇത് കൂടെയാണ്. അതിൻ്റെ വാലിൻ്റെ കവറാണ് കാണുന്നത്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ചുറ്റി 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 അതിനപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കത്തിക്കാനും പ്ലാസ്റ്റിക്കാർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇവന്മാർ കയറിയിരിക്കേണ്ടതാണ്. ഇതൊക്കെ അർജൻറ്റിലി ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളാണ്. നമുക്ക് നമ്മുടെ പണിക്ക് കിടക്കാം. പ്രാഞ്ചി ചേട്ടൻ പറ്റിയാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാഞ്ചി ചേട്ടൻ വന്നാൽ ഹെൽപ്പായിരുന്നു. അവിടെ കുറച്ച് വലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കെട്ടാനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കണം. നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ ഇതിലുണ്ടോ എന്തോ അറിയില്ല, കാണുന്നില്ല ആരും. ഉള്ളിലെവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പുതിയ മീൻ കുഞ്ഞുങ്ങളെ അയക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അയച്ചിട്ടില്ല. കുറേ ദിവസമായി, ഒരാഴ്ചയുടെ അടുത്തായി. ഇതേപോലത്തെ വെയിലങ്ങോട്ട് നിന്നാൽ മതിയായിരുന്നു. ഇനി മഴയൊന്നും പെയ്യാണ്ട് പെട്ടെന്നെല്ലാം ഉണങ്ങിയായിരുന്നേനെ. വെള്ളമൊക്കെ അടിച്ച് കഴുകുന്നതൊക്കെ നമ്മളന്ന് ഇവിടെ DV കട്ട് ചെയ്തിട്ടുണ്ടായില്ലോ. അതൊക്കെ അതേ വീണ്ടും മുളച്ച് നല്ല സൂപ്പറായിട്ടാണ്. എല്ലാവരും മുളച്ചു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു വെട്ടിയപ്പോൾ ഇത് മുളയ്ക്കുമോ എന്നുള്ളത്. എല്ലാവരും മുളച്ച് നല്ല ആ ലൈറ്റ് പച്ച കളറ് എല്ലാത്തിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറയുടെ മൗണ്ടൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വെച്ചിട്ടുള്ള വ്യൂസ് ആയിരിക്കും നിങ്ങൾ കൂടുതൽ കാണാം കേട്ടോ. കാരണം കയ്യിൽ പിടിക്കാൻ എപ്പോഴും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരിക്കണ്ടാവും ചിലപ്പോൾ ആൾക്കാർ, പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളിവിടെ ആളനക്കില്ലാത്ത കാരണേ. ഇപ്പോൾ വരും ഉള്ളിൽ നിന്ന് ഒരുത്തൻ. ഇതിപ്പോൾ വരും. ആരും വരാണ്ടിരിക്കണേ. ഞാനെപ്പോഴും മടക്കി അടച്ചൊക്കെ വെക്കാറ്. എന്നാലും പാമ്പിനെ സംബന്ധിച്ച് കയറണമെങ്കിൽ ഇഷ്ടം പോലെ വഴികളാണല്ലോ. കൈ കൂടിയിട്ട് നോക്കിയേക്കാം. നമ്മൾ ഫുൾ സെറ്റാണ്. ഗ്ലൗസും കൂടി കയ്യിലിട്ടാൽ എല്ലാം ഓക്കെ.
ചൂടെടുത്തിട്ട് ചെയ്യാം നീ സാധനം ഇട്ടിട്ട്. എൻ്റെ തുണി കൊള്ളില്ല. കോഴിക്കൂട്ടന്മാർ മുട്ടയിട്ട് തുടങ്ങിയിട്ട് വീണ്ടും ഇതുണ്ടോ, ഇതിൻ്റെ മുകളിലിട്ട് വെച്ചേക്കാം. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി. ഇതിൻ്റെ മുകളിലൊക്കെ ആകെ മാറാലിയും ഉണ്ട്. ഒക്കെ ഇന്ന് സെറ്റാക്കി എടുക്കണം. ബിങ്കോ നിന്റെ ജോലി എന്താ അറിയോ? ഫസ്റ്റ് ഇവിടെ ക്ലീൻ ആക്കലാണ് കേട്ടോ. അല്ല, ഇവിടെ ക്ലീൻ ആക്കലല്ല, ഇവിടെ സർക്കിംഗ് ആണ്. എൻ്റെ ഉള്ളിലാണെങ്കിൽ പേടിയുള്ളൊരു സ്ഥലം. എൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജോണുകൂട്ടം അയച്ചു വിട്ടാൽ അവൻ എല്ലാ കാര്യം ചെക്ക് ചെയ്ത് വന്നോളൂ. ജോണിയെ എന്നെ കണ്ടിട്ട് ആകെ ഒരു സംശയം. ഡേടാ അതിൻ്റെ ഉള്ളിൽ പോയി നോക്ക്. ജോൺ പറയണ്ടൊക്കെ കേൾക്കൂട്ടോ. ജോൺ മൂത്രമൊഴിക്കാൻ പോയേക്കാം. ആ റൂമിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് വന്ന് ഇങ്ങോട്ട് വാ. എടാ ഇങ്ങോട്ട് വരാൻ. ആ റൂമിൻ്റെ ഉള്ളിൽ നോക്കാൻ വാ. ഇതിൻ്റെ ഉള്ളിൽ നോക്കി. പുള്ളിക്കാരൻ സെർച്ച് ചെയ്തത് പിന്നെ നമുക്കൊരു ധൈര്യമാണ്. എല്ലാവരും നോക്കണം കേട്ടോ. അവിടെ ഫുള്ളെന്നാണ് മണം പിടിച്ച്. പാമ്പായാലും തവളയായാലും എലിയായാലും ആൾ ക്യാച്ച് ചെയ്തോളും. ഭയങ്കര സെർച്ചിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡീറ്റെയിൽ സെർച്ചിങ് ആയിരിക്കും. എന്തെങ്കിലും ഉണ്ടോടാ ജോണേ? എന്തെങ്കിലും ഉണ്ടോ? പറയേ. അവൻ പറയണ്ട, നോക്കാനും സമ്മതിക്ക്. ഇത്തിരി സമയം തായോ എന്നൊക്കെ പറയാതിരിക്കുകയാണ്. നമുക്ക് ആ ബോക്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മണം കിട്ടിയിട്ടുണ്ട്. മാറാല ഇവിടെ മുകളിൽ മാറാലും കുഴപ്പമൊന്നുമില്ല. അവന് ആ ബോക്സാണ് ഡൗട്ട്. തട്ടിയിട്ടോടാ നിലത്തേക്ക് ജോണേ. അത് തട്ടിയിട്ടോ, അങ്ങോട്ട് തട്ടിയിട്ടോ നിലത്തേക്ക്. അത് തട്ടിയിട്ടോളാൻ. ഞാൻ തട്ടിയിരുന്നോ? അവിടെ എന്തോ ഉണ്ട്. മണം പിടിച്ചിരിക്കുന്നു. പാമ്പാണോ എലിയാണോ എന്താണെന്ന് നമുക്കറിയില്ല. ജോണൂട്ടാ, എടാ
Yes. Really, yes. ദൈവമേ, എലി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. എടാ ആ ഷീറ്റിൻ്റെ പിന്നിക്ക് പോയത്, അവിടെ അങ്ങടെ പോയത്, അങ്ങട് ഇവിടെ അല്ലടാ, അവൻ അങ്ങടെ പോയെന്ന്. ആ അതന്നെ, അവർക്ക് നമ്മൾ പറയുന്നത് പകുതി മനസ്സിലാവും, അതാണ് ഏറ്റവും വലിയൊരു ഗുണം. നിങ്ങളെ ഇങ്ങോട്ട് എടുക്കാൻ കേട്ടോ തന്നെ, ഞാനിത് മാറ്റാം. നീ എൻ്റെ അടി കൂടെ പോയിക്കോ. ഓക്കെ, നമ്മുടെ ബ്രൂഡറാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലുണ്ടോ അവൻ അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ആദ്യം മാറാലേ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള മാറാല. ആക്ച്വലി എനിക്ക് പേടിയുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ഞാനേ ഈ ചാക്ക് നീക്കി തരാം. അവിടെ അല്ല, എലി പോയത് ഇങ്ങടാണ്, എലി പോയത് ഇങ്ങടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇതേ നോക്കോട്ടോ. നീ ഒന്ന് തപ്പി നോക്ക്, ഞാൻ ഇപ്പം എൻ്റെ അടുത്ത പണി നോക്കട്ടെ. അൾട്രാ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുക. ദേ പോണി എലിക്കുഞ്ഞ്. എടാ ദേ എലിക്കുഞ്ഞ് കൊണ്ടാ ജോൺ, ദേ പോണ് അവിടെ. അവന് മണം കിട്ടി. പിടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞിനും കാണുമായിരിക്കും. അപ്പം നമ്മുടെ പ്രാഞ്ചേട്ടനെത്തിയിട്ടുണ്ട്. പട്ടീനെ തുറന്നു വിട്ടിട്ടുണ്ട്. എൻ്റെ അമ്മേ, ചേട്ടനവൻ അറിയുന്നതാ. ഞാൻ തുറക്കാം, ഇവിടെ കയറിക്കോ. അപ്പോൾ വെൽക്കം ടു അവർ ഫാം. ഇതൊരു പട്ടിയാണോ? പട്ടീൻ്റെ ഉള്ളിൽ എലീനെ പിടിച്ചോണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ പാമ്പണോ ഇല്ലെന്ന് നമുക്കറിയില്ലല്ലോ. ഒരു എലി ഓടിനെ ഞാൻ കണ്ടു, ഒരു കുഞ്ഞിനെ അവൻ പിടിച്ചു. അക്കാനെടുത്ത് കളഞ്ഞോളും. ഹീസ് ഇന്റലിജന്റ്. ഒരു കൊടുക്കലും ഇല്ല, അവനടുത്ത് മാറ്റി കണ്ടവൻ കയറും. എലി കൂടെ കയറണം. ഇത്ര ഏരിയ ഉണ്ടായിട്ട് എലിക്ക് കയറാൻ വഴിയില്ലാത്ത എലി അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരെണ്ണത്തിന് ഞാൻ കണ്ടു, വലുതിനാണ് കിട്ടിയിട്ടില്ല. വലുതാൻ സൈഡിലേക്ക് കയറി ഒളിച്ചിരിക്കുക. എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എലി അവിടെ. ആ പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് ഒരു ഓട്ടോ ആക്കിയിട്ടുണ്ട്. അപ്പം അത് കരലും അതിൻ്റെ കാറിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം, കാറിൻ്റെ അടിയിൽ ആ വാട്ടർ കഴുകി കളയാനുള്ള ഓട്ടയില്ലേ, അതിൻ്റെ വിട്ടു പോയിട്ട് ആ ഓട്ടോ അവിടെ കയറിയിട്ടേ ചെയ്യാൻ പറ്റുന്ന വയറും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിൻ്റെ അതൊക്കെ അടിച്ച് തുറന്ന് ഏത് ചേട്ടൻ്റെ കാറിൻ്റെയാ? ആ അപ്പോൾ കട്ടി അതിന് സ്പ്രേ ഉണ്ടല്ലോ, ചേട്ടൻ സ്പ്രേ അടിച്ചിട്ടൂടെ? ചേട്ടന് ഇതുണ്ടോ റാറ്റാക്സാ? കപ്പാസിറ്റർ അല്ല ഇത് നല്ല സ്പ്രേ ഉണ്ടോ? ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യങ്ങളൊന്നും അടിച്ചിട്ടായി. ഏയ് ഭയങ്കര പവർ. ഇതിന്റെ മണം നമുക്ക് തന്നെ പറ്റണല്ലേ.
മറക്കടിച്ചിട്ടില്ല. മാറാല കൊല്ലിക്കടുത്തോളൊക്കെ നമ്മുടെ മാറാലക്കോല്. ആരാണ് ഇപ്പോൾ വിളിക്കുന്നത്? ഡേവിഡ്. ഹലോ, അതേടാ പറയടാ. ഞാനിവിടെ വീട്ടിൽ മാസ്ക് ഞാൻ എടുത്തില്ല കേട്ടോ, മാസ്ക് മാത്രം മറന്നുപോയി. ഒരു ഗ്ലൗസും കൂടി ഉണ്ടായിരുന്നു. ഞാൻ ചേട്ടൻ ഗ്ലൗസ് എടുക്കാന്ന് വെച്ചാൽ ചേട്ടൻ വരുന്നെങ്കിൽ അറിയില്ലായിരുന്നല്ലോ കേട്ടോ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കൂടെ ഇങ്ങനെ ക്ലീനിങ് ഒക്കെ നടത്തിയപ്പോൾ കൈ എവിടെ കൊണ്ട് കൈ ഒന്ന് കീറി. അപ്പോൾ അണുക്കൾ കയറിനേക്കാളും കൂടുതലായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാണ്ടിരിക്കാനാണ് ഗ്ലൗസ് എടുത്തിട്ടുള്ളത്. എന്നാടാ തിന്നോ, ബാ. ഗോതമ്പ് മുറുക്കാണ് കേട്ടോ. അവർ ഹാപ്പി. ഇവിടെ മയിൽ വന്നിട്ടുണ്ട് കേട്ടോ. മയിൽ പുറത്ത് മയിൽ. കാണാൻ പറ്റണമെന്നറിയില്ല ഞങ്ങൾക്ക്, ഈ ക്യാമറ ആയതുകൊണ്ട് അതിൽ മയിൽ പോകുന്നുണ്ട്. ഇത്തിരി ഗോതമ്പ് നുറുക്ക് മയിലിനും കൊടുക്കാം. ഓൻ കണ്ടുപോയില്ല, അവൻ ഓടിപ്പോയി. പോട്ടെ, വേണമെങ്കിൽ വന്ന് തിന്നോളൂ. ജോമൻ മിഞ്ഞാന്നോട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നേരത്താണെങ്കിൽ ഞാൻ തൃശ്ശൂർക്ക് വന്നിരിക്കണം. അപ്പോൾ ഞാനോട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ടേ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ മെസ്സേജ് അയച്ചിട്ട് വരാൻ പറഞ്ഞു. 5 ചർമ്മം പഠിക്കാൻ പോലെ. ജോണേ, ഞാൻ സാധനങ്ങൾ എടുത്തോട്ടെ. ഉള്ള ഈ സാധനങ്ങളായതുകൊണ്ട് മാറ്റാം. ഇതാണ് നമ്മുടെ ബ്രൂഡിങ്ങിന് വയ്ക്കുന്ന ഷീറ്റ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു തോന്നുന്നു. മുമ്പത്തെ തുരുമ്പ് പിടിച്ചു പോയി. ഇത് പക്ഷേ സ്ട്രോങ്ങാ, തുരുമ്പ് പിടിച്ചിട്ടേ ഇല്ല. ഉള്ളിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. പ്രാഞ്ചേരനാണെങ്കിൽ അവിടെ കിടന്ന് മാറാല അടിച്ച് തകർത്തുകൊണ്ടിരിക്കുക. വീഡിയോ എടുക്കണ്ട്, ഇതിന് ഫോട്ടോ എടുക്കണേ. പ്രാഞ്ചേട്ടൻ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യേണ്ടത്. അതിന്റെ ഫോട്ടോ എന്താ എടുത്ത് വെച്ചിട്ടുണ്ട്? ചേട്ടൻ പണിക്കാരായ അങ്ങനെ ആയിരിക്കണം. അതായത് നമ്മള് അതായത് ആക്ച്വലി ഞാൻ പറയാം, അതായത് ഈ നമ്മൾ ഒരു പണി മാത്രം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടെങ്കിലോ അവിടെ നിൽക്കുള്ളൂ. നമുക്ക് ചിലവർക്ക് രക്ഷപ്പെടാൻ പറ്റും, ചിലവർ കയറിപ്പോരും ഭാഗ്യം കൊണ്ട്. പക്ഷേ ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗാണ്. പഠിച്ചു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ദുബായിലേക്ക് പോയത് AC ടെക്നീഷ്യനായിട്ടാണ്. ഒരു ബന്ധമില്ലാത്ത പണികളാണ് നമ്മൾ ചെയ്യുന്നതും. ഈ ഗോപ്രോൻ്റെ ഒരു സാധനം ഇവിടെ പോയില്ലോ, എവിടെ പോയാവോ?
ഒരു ബന്ധമില്ലാത്ത പണികളാണ് നമ്മൾ ചെയ്യണതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ പ്രാഞ്ചേട്ടനായാലും നാടറിയുന്ന ഒരു ഇലക്ട്രീഷ്യനാണിത്. ഇവിടെ വന്നിട്ടുണ്ട് മാറാതെ തൂത്തുകൊണ്ടിരിക്കുക. പക്ഷേ അല്ല, ഞാൻ പറയുന്നത് ചേട്ടൻ തിരക്കിൻ്റെ ഇടയിൽ ചേട്ടൻ എല്ലാ പണിയും ചേട്ടൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മരക്കൊമ്പ് ഇട്ടാൻ പറഞ്ഞാൽ പ്രാഞ്ചേട്ടൻ മരക്കൊമ്പ് ഇട്ടു, ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊഫഷണൽ ഇലക്ട്രീഷ്യനാണ്. പക്ഷേ എല്ലാ പണിയും നമ്മൾ ചെയ്യുന്നുണ്ട്. പണിയില്ലാത്ത കാരണം ഉണ്ടല്ലോ കേട്ടോ, ഞാൻ വിളിച്ച് കൊണ്ടുവന്നതാണ്. കാരണം ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ. പ്രത്യേകിച്ച് എനിക്ക് ഒരു മിണ്ടാനം പറയാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പണികൾ പെട്ടെന്ന് തീരും. അപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂറായാൽ പോലും നമുക്കത് വലിയൊരു ഹെൽപ്പാണ്. എന്താ നോക്കി നിൽക്കണം? നീ എലീനെ പിടിച്ചോണ്ട് ഇവൻ കുഞ്ഞെലീനൊക്കെ പിടിച്ച് ഇവൻ സാപ്പിടുന്നു. കഴിഞ്ഞാ മയില് ജോണൊരു രക്ഷയില്ല കേട്ടോ. പാടത്ത് വീണ്ടും മയിൽ വന്നിട്ടുണ്ട്. പാടത്തല്ല, ഇവിടെ പറമ്പിൽ വന്നിരിക്കുന്നുണ്ട്. ഇതേ പോകും അതിനെ കണ്ടിട്ടുള്ള പോലെയാണ്. ഡാ നീ എങ്ങടി കിടന്ന് നീ ഓടണേ? അവനവിടെ നിന്നോട്ടെ. അവൻ പാമ്പിനെ പിടിക്കാൻ വന്നേക്കെന്താ? അത് ഏത് വഴിക്ക് കാണാൻ പറ്റുമോ അവിടെയൊക്കെ പോയി നിൽക്കാം. അപ്പം ഇനി വെള്ളവും മിച്ചറും കഴിക്കാനുള്ള സമയമാണ്. കൂട്ടിക്കയറിടാ, പോയി കൂട്ടിക്കയറ്. ഭയങ്കര അവൻ കൂട്ടിക്കയറാണ്ടേ നമുക്ക് ഇത് തുറന്ന് ചിലപ്പോൾ പുറത്തേക്ക് ഓടും. പോരെ അവനവിടെ മയിലിനെ നിനക്കുള്ളതല്ല, ഞങ്ങൾക്കുള്ള നിനക്കില്ല. അപ്പോൾ ഈ മയിലിനെ എന്തിനാ പേടിപ്പിക്കണേ? എന്തിനാ മയിലിനെ പേടിപ്പിക്കണേ? മയിൽ നമ്മുടെ കൂട്ടുകാരല്ലേ? ബാട്ടാ. അപ്പം നമ്മുടെ ക്ലീനിങ് ഉള്ളിലത്തെ ഏകദേശങ്ങൾ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ വാഷ് വെച്ചിട്ട് കഴുകണം. അപ്പം നമ്മുടെ പ്രഷർ വാഷർ ഇനാൽസ വീണ്ടും നമ്മുടെ ഉപകാരത്തിലേക്ക് വന്നേക്കാണ്. കൂടിൻ്റെ ഉള്ളിൽ ഫുള്ള് കാഷ്ടൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കേണ്ടതൊക്കെ കോരി എല്ലാം സെറ്റപ്പാക്കി എല്ലാം ക്ലീനാക്കി. ഇനി ഞാൻ അടിച്ച് കഴുകലാണ് അടുത്ത പരിപാടി. പ്രാഞ്ചേട്ടൻ കൂടി വന്ന കാരണം സംഭവങ്ങൾ പെട്ടെന്ന് നടന്നു. അല്ലെങ്കിൽ ഇന്ന് ഫുള്ള് ഞാനിപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വന്നിരുന്നതാണ്. അപ്പം ഇനി നമ്മുടെ ക്ലീനിങ് തുടങ്ങാൻ പോകണം. സാധനങ്ങളൊക്കെ വലിച്ചു വാരി പുറത്തിട്ടേക്കാം കേട്ടോ. പക്ഷേ എല്ലാം എടുത്തിട്ട് വന്നു, പൈപ്പ് മാത്രം എടുത്തില്ല. കുഞ്ഞുമണി ഇങ്ങനെ നടന്നോ? കുഞ്ഞുമണിയുടെ പൊട്ടി എങ്ങനെ ഉണ്ടോ? കൂടിൻ്റെ പുറത്തേക്ക് ചാടിയാണ്, കമ്പി കുത്തിക്കൊണ്ടതാ അല്ലേ കുഞ്ഞുമണി? അല്ലേടാ കുഞ്ഞുമണി അല്ലേ? എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞേ. ഹായ് അങ്കിൾസ്, ഹായ് ആൻറ്റീസ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമാണോ? പല്ലൊക്കെ കാണിച്ചു കൊടുത്തേ. പല്ല് പോയത് വന്നില്ല പറഞ്ഞേ, കാണിച്ചു കൊടുക്ക്. ഒന്ന് കാണിച്ചു കൊടുക്ക്. എൻ്റെ പല്ല് പോയിട്ട് വന്നിട്ടില്ല, കാണിച്ചു കൊടുത്തേടാ. ഒന്ന് കാണിക്കാത്ത വിഷമം ഓട്ടെ. ചെല്ലു കുടിക്കറ്. ഇവൻ്റെ കൂടെ ആകെ പോയി കിടക്കാം. അപ്പോൾ ജോമോനി ദിവസങ്ങളിൽ വന്ന് ഈ ഷീറ്റ് മാറ്റി വേറെ ഷീറ്റ് കൂടി ഇരിക്കേണ്ട ഓൾറെഡി പഴയത്. അപ്പോൾ അതെടുത്ത് സെറ്റാക്കി തരാറുണ്ട്. എൻ്റെ ഉള്ളിലത്തെ കമ്പിയൊക്കെ വളഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. എന്നിട്ട് വേണം ഇവൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ തിരിഞ്ഞ് നടന്നോ. അവൻ്റെ കൂടിൻ്റെ സൈഡിൽ കമ്പികളൊക്കെ തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തൊന്ന് റെഡിയാക്കണം. ഞാൻ പൈപ്പ് എടുത്തിട്ട് വരട്ടെ. ഡേടാ പോ കുടി കയറി. ഓടിച്ചില്ല. പിന്നെ കൂട്ടിക്കയറാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ധൈര്യക്കുറവാണ്. ഈ തുറക്കണ ഈ ഗ്യാപ്പിൽ കൂടെ അവൻ ചാടിപ്പോവും. ഇനി ഇവിടെ പുല്ല് വെട്ടണം, അത് അടുത്ത ദിവസത്തെ പരിപാടി. കോഴിക്കുഞ്ഞുങ്ങൾ ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ അന്വേഷിച്ച് കിടക്കണം. അപ്പോൾ പെട്ടെന്ന് സംഭവം ഇങ്ങനെ റെഡി ആയപ്പോൾ എന്നാൽ പെട്ടെന്ന് ക്ലീനാക്കി അവരിങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പോ കൂട്ടി കയറിക്കോ. ഈ ഡോർ തുറക്കണം.
കൂട്ടില് ഡാ കൂട്ടില് കയറ് കൂട്ടിൽ പോ. മലയാളമൊക്കെ നന്നായിട്ട് അറിയാം ആശാന് അല്ലേ? എനിക്കെല്ലാം അറിയാം മലയാളമൊക്കെ, എനിക്ക് പച്ചവെള്ളം പോലെ അറിയാം. തവളകൾ കുറെ കൂടുമ്പോ എവിടെന്നെങ്കിലൊക്കെ മണം കിട്ടി പാമ്പുകൾ നേരെ പോരും. അപ്പോൾ റോട്ടിൽ കൂടെ നടന്നു പോയിരുന്ന ഒരു പാമ്പ് മണം അടുത്ത വീട്ടിൽ നിന്ന് വരുന്നുണ്ടല്ലോ. ഞാൻ ഉടനെ തന്നെ അവിടേക്ക് അപ്പോൾ ഒരു തവളയും അതിൻ്റെ കുഞ്ഞും ഇരിക്കുന്നുണ്ട്. ആര് തിന്നണമെന്നുള്ള കുഞ്ഞ് പോട്ടെ, പാവം വളരട്ടെ. അപ്പോൾ നമ്മൾ മോട്ടർ ഓണാക്കി എണ്ണ അടിച്ചോട്ടെ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. തമ്പുരാനെ പെട്ടെന്ന് തീർത്ത് തരണേ. പക്ഷേ കറണ്ടില്ല ഓണം. ഇൻവെർട്ടർ ഓഫ് ചെയ്തിട്ടെ. ഇൻവെർട്ടർ ട്രിപ്പായി. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വെയിലുള്ളപ്പോൾ മുകളിലത്തെ സോളാർ പാനലിൽ നിന്ന് ചാർജിങ് കിടന്ന് ആ ഡയറക്റ്റ് എക്കോ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈനിലേക്ക് വരും. അപ്പോൾ ആ സോളാർ പവറിലേക്ക് ഇൻവെർട്ടർ ഓണായി കിടക്കണ്ടാവും. അപ്പം അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കട്ട് ഓഫ് ആയതാണ്. ഞാൻ പോയി സോളാർ ഓഫ് ചെയ്തു. വെയിലിപ്പോഴും നല്ല തകർത്ത് പൊരിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ ജോൺ? വാത്താസ് ഇപ്പൊ ചേട്ടാ ഞാൻ പണി തുടങ്ങട്ടെ. ഞാൻ ഇൻവെർട്ടർ ഓഫ് ചെയ്തു. ഏയ് ഇത് 10,500 വാട്ടില്ലേ? ആ ഇൻവെർട്ടർ കൂടി 1100 ഉള്ളൂ. അപ്പൊ നമ്മൾ തുടങ്ങട്ടെ. കുതിരട്ടെ എല്ലാവരും. ഇവിടുന്ന് അങ്ങോട്ട് വരാം. ചേട്ടൻ ഇങ്ങോട്ട് നീങ്ങുമ്പോ
അടിച്ച് കഴിയുകൊണ്ടിരുന്നപ്പോൾ സമയം നോക്കിയില്ല, സമയം 1 മണി കഴിഞ്ഞു. ഹോട്ടലിൽ പോയിട്ട് അമ്മി ഭക്ഷണം മേടിച്ചിട്ട് വേണം വരാനായിട്ട്. ഭക്ഷണം കിട്ടുമോ അറിയില്ല, ലേറ്റായി. ഞാൻ 12 മണിയായിട്ടുള്ള വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഭക്ഷണം മേടിച്ചിട്ട് വരട്ടെ. കവറോള് ഞാൻ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ക്വാളിറ്റി ഇല്ല, അതൊരു കനലില്ല. പക്ഷെ അത് മേത്തിട്ട് നിന്നിട്ട് ഇത്ര നേരം പണിതിട്ട് മേത്തേക്കൊന്നും ആയില്ല കേട്ടോ. വെള്ളം പോലും മേത്തേക്കായില്ല, അറിയില്ല. പക്ഷെ നല്ല വേർപ്പാണ്, ചൂട് നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാളയംപറമ്പിലെ എടശ്ശേരി ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ മേടിച്ചു വന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. ഭക്ഷണം കഴിക്കൽ കഴിയാറായി. അപ്പോൾ അങ്ങനെ നമ്മുടെ കോഴിക്കോടിൻ്റെ ക്ലീനിങ് ഫുള്ളായിട്ട് തീർന്നിരിക്കുന്നു. പ്രഷർ വാഷർ അടിച്ച് താകരത്ത് ഞങ്ങൾ സൂപ്പറാക്കി. കണ്ടോ, വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം, ആ തരത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ബ്രൂഡറും സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. പ്രാഞ്ചേട്ടനപ്പുറത്ത് വല പൊട്ടിയേക്കുന്നതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ ഉണ്ടല്ലേ, എന്താ പരിപാടി? ഇങ്ങോട്ട് വരണേ കാലും ചെളി കൊണ്ട് വരണേ, അവിടെ കഴിക്കുന്നതാണ്. പോ അങ്ങോട്ടും ഇവിടേക്കില്ല, പ്രവേശനമില്ല, നോ എൻട്രി. ഗോ 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 പോയി. ഇനി നമ്മുടെ ജോണുകൂട്ടൻ്റെ കൂട്, അത് കുറച്ച് ദിവസമായിട്ട് ശൂന്യമായി കിടക്കണം. മുകളിൽ ചക്കയൊക്കെ വീണ് വളഞ്ഞ് പൊളഞ്ഞ്. ജോമ വന്നില്ലെന്ന്, നാളെ എപ്പോഴേയും വരുമായിരിക്കും. ഇപ്പോൾ ഷീറ്റാന്ന് വന്നിട്ട് മാറ്റാം. പക്ഷെ എൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ച് ക്ലീനാക്കി സൂപ്പറാകണം. ചെറുക്കാം ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. കൂട് നമുക്ക് സൂപ്പറാക്കണ്ടേ? സൂപ്പറാക്കണ്ടേ? ഇന്ന് കൂട്ടിലൊക്കെ ഒന്ന് കയറി കാണിച്ചേ. നിന്നെ കാണിക്കാനാണ് നിൻ്റെ കൂടെ ഒന്ന്. അപ്പേക്ക് ഇറങ്ങിപ്പോയി അവൻ. അപ്പോൾ ചെക്കൻ്റെ കൂട് കഴുകലും കഴിഞ്ഞു. ഇത് മൊത്തം കറയാണ് കേട്ടോ, ഇത് പോണില്ല. ഇത് പൂപ്പലായി ഇരുന്നിരുന്നിരുന്ന് കളർ മാറിപ്പോയതാണ്. എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടാ. പാവം, ആരോടും ഒരു പരിഭവവും ഇല്ല. ജിച്ചേൻ്റെ വലകെട്ടൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല കിളികൾ. വാത്തകളെയും കോഴികളെല്ലാം ഇച്ചിരി നേരത്തേക്ക് പുറത്തേക്ക് ഇറക്കി വിട്ടേക്കാണ്. എല്ലാവരും പുറത്ത് കറങ്ങി കിടന്ന് പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുക. ഒരു പട്ടിക്കുട്ടനെ കൂട്ടിൽ കയറ്റി. ഇവിടുത്തെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഏകദേശം ആയിട്ട് അവിടെ നിന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട്. ബ്രൂഡർ ഞാൻ ചെറുത് ഇവിടെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പം ഇവിടുത്തെ എല്ലാ പണികളും കഴിഞ്ഞു. കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറക്കിയാൽ മതി. ബ്രൂഡർ കുറച്ച് കുഞ്ഞുങ്ങൾ തന്നെയുള്ളൂ. അപ്പോൾ ചെറുത് വെച്ചായെന്ന് വെച്ചിട്ട് ചെറുത് വെയിറ്റ് ചെയ്തു. അവിടെ ഓൾറെഡി കർട്ടൻ ഉണ്ടായിരുന്നു. ഇവിടെ പോയ പ്രാഞ്ചേട്ടൻ അടുത്ത പറഞ്ഞ കൂടി ഇടണം. കാറ്റങ്ങ വീശിയിട്ടുണ്ട്, ഈ മഴക്കാലമാണല്ലോ, ഉള്ളിലേക്ക് അധികം വരണ്ടാന്ന് വെച്ചിട്ട് ആ സൈഡിലൂടെ ഒരെണ്ണം കെട്ടാറണം. അങ്ങനെ അവിടെ കെട്ടാണ്. ഇതിനുള്ളിൽ ചെറുതായിട്ട് ഒരു ഇരുട്ട് ഫീൽ ചെയ്യും. അവിടെ കർട്ടൻ കെട്ടുന്നു. നിങ്ങൾക്ക് ഉള്ളിൽ കയറണോ? ഞാൻ ഇത്രയും ക്ലീൻ ആക്കിയെങ്കിലും ഇവരെല്ലാവരും ഉള്ളിൽ കയറി അപ്പിടാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. വാത്തകളെക്കാളും ഉത്സാഹം കോഴികൾക്കാണ്. അവർക്ക് ഇവിടെ അങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കാനായിട്ടാണ് സഹിക്കാനില്ല. അപ്പം ഞാൻ കൂടുകൾ 2 അടച്ചിട്ടു. പക്ഷെ എന്നാലും ഇവിടേക്ക് അല്ലെങ്കിൽ ഇവർക്ക് മഴ കൊള്ളാണ്ട് നിൽക്കാൻ ഒരു സ്ഥലം ഇല്ലാണ്ടായി പോകില്ലേ. അതെ, നിങ്ങൾ കയറിക്കോടാ, ഉള്ളിൽ കയറിക്കോട്ടാ. അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി. അവർ കയറട്ടെ. ജോണിനെ ഇന്ന് തുടങ്ങി അഴിച്ചു വിടാമെന്നാണ് വിചാരിക്കുന്നത് ഫുൾ ടൈം. കാരണം ഇവിടെ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട്. എന്തൊക്കെയോ കൂടെ സൈഡിൽ കൂടെ ഒക്കെ വന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മരപ്പെട്ടി വന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വന്നുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ അവനെ വിട്ടേക്കാം. ഇവനെ ഇപ്പോഴേ വിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാലേ കോഴിക്കുഞ്ഞുങ്ങൾ വരുമല്ലോ. കോഴിക്കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോൾ എലികൾ വരും. എലികളൊക്കെ വന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ എടുത്തിട്ട് പോകും, കടിച്ചെടുത്തിട്ട് പോകും കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ. നമ്മൾ ഓരോ ദിവസം ഇരുന്നോറും എണ്ണം കുറയണതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ക്യാമറ കൂടെ ഒക്കെ നോക്കുമ്പോൾ ആ എലി ഒന്ന് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഇവൻ അവിടെ കറങ്ങി കിടക്കേണ്ട, എലികൾ അങ്ങനെ വരില്ല. അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞത് വീട് എത്തിയിട്ടാണ്, രാത്രിയായി. അപ്പോൾ എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ കാണാം കേട്ടോ. ബൈ ബൈ.